മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 4 മുട്ട പുഴുങ്ങിയെടുത്തത് കോയിൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. കോൺഫ്ലോർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുട്ടയിൽ ഈ കട്ട് ചെയ്ത് വെച്ച മുട്ട അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മുട്ട പൊട്ടി പോവാതിരിക്കാനാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ കോൺഫ്ലോറിൽ മുക്കിയെടുത്ത മുട്ട അതിലിട്ട് വറുത്തെടുക്കുക. മുട്ട നന്നായി ഫ്രൈ ആയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ആ എണ്ണയിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട, ഒരു വലിയ ടേബിൾ സ്പൂൺ പെരുംജീരകം, 3-4 കരയാമ്പൂ, 2 ഏലക്കായ, ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 4 സവോള ചെറുതായി കട്ടായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവോള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ സവോള പെട്ടെന്ന് വഴറ്റി കിട്ടും. സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കുക. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ചാറ് നന്നായിട്ട് കുറുതാക്കി എടുക്കുക. ചാറ് നന്നായി വറ്റി കുറുതായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മുട്ടക്കറി റെഡിയായി.